പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGSന്റെ മാസ്റ്റർ ക്ലാസിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഹൈക്കോടതി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഗംഭീരമായി നമ്മൾ പഠിച്ചെടുത്തു അല്ലെ. ഇന്ന് നമ്മൾ കമ്പനി ബോർഡ് LGSന്റെയും അതേപോലെ VFA, ബെവ്കോ, LP, UP, LDC എല്ലാത്തിനും ഡിഗ്രി ലെവൽ എക്സാം അടക്കം പരീക്ഷകളിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരള ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. ആ ടോപ്പിക്കിന്റെ പേര് 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം എന്നതാണ് നമ്മുടെ ടോപ്പിക്. ആ ഒരു ഹെഡിന്റെ താഴെ വരുന്ന കേരളത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957 ഫെബ്രുവരി മാസം 28 മുതൽ മാർച്ച് മാസം 11 വരെയാണ്. ശ്രദ്ധിക്കണം പ്രിയ ഉദ്യോഗാർത്ഥികൾ, ഈ ഒരു ഡേറ്റ് മറന്നു പോകരുത്. കാരണം തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957 ഫെബ്രുവരി മാസം 28 മുതൽ മാർച്ച് 11 വരെയാണ്. എന്നാൽ ഒന്നാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ, നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 114. ഇതിൽ 102 ഏകാംഗ മണ്ഡലങ്ങളും 114 ബാക്കി 12 മണ്ഡലങ്ങൾ ദ്വയാംഗ മണ്ഡലങ്ങളും ആയിരുന്നു. ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിച്ചോർത്ത് പറയണം. കേരളത്തിലെ ആദ്യത്തെ നിയമസഭ അല്ലെങ്കിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ. എന്നാൽ ഒന്നാമത്തെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളുടെ എണ്ണം 114. അതിൽ 102 ഏകാംഗ മണ്ഡലങ്ങളും ബാക്കിയുള്ള 12 ദ്വയാംഗ മണ്ഡലങ്ങളും ആയിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ആകെ സീറ്റുകളുടെ എണ്ണം 36 ആകെ സീറ്റുകളുടെ എണ്ണം 36. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ 127 അംഗങ്ങളാണ് ആദ്യത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 127. അതായത് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് ഉൾപ്പെടെയാണ് 127 അംഗങ്ങൾ ആദ്യത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. നിയമനിർമ്മാണ സഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന പരിപാടി റദ്ദാക്കിയ ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം. 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സ് റദ്ദാക്കപ്പെടുന്നു. അപ്പോ ആകെ സീറ്റുകളുടെ എണ്ണം 36. നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ 127 അംഗങ്ങളാണ് ആദ്യത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്ന നോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു പരിപാടി റദ്ദാക്കപ്പെടുന്നുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. അത് 104ാമത്തെ ഭേദഗതി പ്രകാരമാണ്. എന്നാൽ ശ്രദ്ധിക്കണം, കേരളത്തിലെ ഒന്നാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം 36. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് വഴി കോൺഗ്രസ് അല്ലാത്ത ഒരു മന്ത്രിസഭ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം കേരളം ആണ്. ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ ജനാധിപത്യ രീതിയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലാത്ത കോൺഗ്രസേതര മന്ത്രിസഭ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്.
ഇനി കേരളത്തിൽ ഒന്നാമത്തെ നിയമസഭ നിലവിൽ വന്നത് നിലവിൽ വന്നത് 1957 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് കേരളത്തിൽ ഒന്നാമത്തെ നിയമസഭ നിലവിൽ വന്നത്. കേരളത്തിലെ ഒന്നാമത്തെ നിയമസഭ നിലവിൽ വന്ന വർഷം 1957 ഏപ്രിൽ 1. ഇനി കേരളത്തിൽ നടന്ന ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രകാരം കോൺഗ്രസ് അല്ലാത്ത ഒരു മന്ത്രിസഭ നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. കേരളത്തിൽ ഒരു നിയമസഭ, ഒന്നാം നിയമസഭ നിലവിൽ വന്ന വർഷം 1957 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് എന്നതും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത പോയിന്റിലേക്ക് വരാം. കേരളത്തിൽ ഒന്നാമത്തെ നിയമസഭയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മന്ത്രിസഭ നിലവിൽ വന്നത് എപ്പോഴും ചോദിച്ചാൽ പറയണം 1957 ഏപ്രിൽ 5. അപ്പൊ കേരളത്തിൽ ഒന്നാമത്തെ നിയമസഭ 1957 ഏപ്രിൽ 1. എന്നാൽ കേരളത്തിൽ ഒന്നാമത്തെ മന്ത്രിസഭ നിലവിൽ വന്ന വർഷം 1957 ഏപ്രിൽ 5. ഇനി ഒരു പോയിന്റ്, ഒന്നാം കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എപ്പോഴാണ്? ഒന്നാം കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഏപ്രിൽ മാസം 27-ാം തീയതിയാണ്. അപ്പോ ശ്രദ്ധിക്കണം, ഒന്നാമത്തെ കേരള നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. എന്നാൽ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1957 ഏപ്രിൽ 27-ാം തീയതി. ഓക്കെ, ഒന്നാമത്തെ കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയായിരുന്നു? 36 മന്ത്രിമാർ. ഒന്നാമത്തെ കേരള മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? ഉത്തരം 36 മന്ത്രിമാരുണ്ടായിരുന്നു. 36 മന്ത്രിമാരുണ്ടായിരുന്നു. ഈ ഒന്നാമത്തെ മന്ത്രിസഭയിൽ 36 മന്ത്രിമാരിൽ ഒരേ ഒരു വനിതാ മന്ത്രി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാരാണ്? അത് KR ഗൗരിയമ്മയാണ്. KR ഗൗരിയമ്മ ഒന്നാം കേരള നിയമസഭയിലെ ഒരേ ഒരു പെൺപുലി ആരായിരുന്നു? KR ഗൗരിയമ്മയായിരുന്നു. ഓക്കെ, ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം, അപ്പം മന്ത്രിസഭയില് ഒരേ ഒരു വനിത, എന്നാൽ നിയമസഭയില് വനിതകളുടെ എണ്ണം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ പറയണം 36 വനിതകൾ. നിയമസഭയിൽ 36 വനിതകൾ ഉണ്ടായിരുന്നു എന്നത് പഠിക്കണം. മന്ത്രിസഭയിൽ 36 പേര്, അതിനകത്ത് ഒരേ ഒരു വനിതയാണ് ഉണ്ടായിരുന്നത്. അത് KR ഗൗരിയമ്മയാണ്. KR ഗൗരിയമ്മയ്ക്ക് കേരള എന്താ പറയാ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം കൂടിയുണ്ട്. സാധാരണ PSC പരീക്ഷകളിൽ ഒന്നാമത്തെ ഈ ഒരു നിയമസഭയുമായി മന്ത്രിസഭയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കി വരുന്നത്. അതായത് ഒന്നാമത്തെ മന്ത്രിസഭയിൽ 36 പേരുണ്ടായിരുന്നു. അതിൽ ആരായിരുന്നു മുഖ്യമന്ത്രി? അന്ന് EMS ആയിരുന്നു മുഖ്യമന്ത്രി. അപ്പൊ EMS മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് EMSന്റെ ഏറ്റവും എന്താ പറയാ വിശ്വസ്തനായ, EMSന്റെ വലം കൈയായ C അച്യുതമേനോനാണ് ധനകാര്യം കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ TV തോമസ് തൊഴിലും ഗതാഗതവും, KC ജോർജ് വനവും ഭക്ഷ്യവകുപ്പ്. അങ്ങനെ 4 പേരുടെ ഡ്യൂട്ടി നമ്മളങ്ങ് പഠിച്ചോണം. ആദ്യത്തെ കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. കേരള ചരിത്രത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് C അച്യുതമേനോനാണ്. അന്ന് ധനകാര്യ മന്ത്രി ആയിരുന്നത്. TV തോമസ് ആയിരുന്നു അന്ന് തൊഴിലും ഗതാഗതവും. KC ജോർജ് ആയിരുന്നു വനവും ഭക്ഷ്യവകുപ്പും. വനത്തിൽ നിന്നാണ് ഭക്ഷ്യവിഭവങ്ങൾ കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് ഓർത്തു വെക്കാം. KC ജോർജ് ആണ് വനവും ഭക്ഷ്യവകുപ്പും. TV തോമസ് ആണ് തൊഴിലും ഗതാഗതവും. ഓക്കെ, തൊഴിലും ഗതാഗതവും. TV-യിലൂടെയാണ് അന്ന് തൊഴിലൊക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ഓർമ്മിച്ച് വെക്കാം കേട്ടോ. TV-യിലൂടെയാണ് അന്ന് തൊഴിൽ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് TV തൊഴില് പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഓർത്ത് വെക്കാം. TV കൊണ്ടുവരുന്നത് വാഹനത്തിലാണ് എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്തൊക്കെ പഠിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചോണം. അപ്പൊ 4 പേര്, EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയാണ്, അച്യുതമേനോൻ ധനകാര്യം. അപ്പൊ ധനം അച്ചു വെച്ചാണ് ധനം എന്ത് ചെയ്യുന്നത്? അടിക്കുന്നത്. ധനം എന്ന് പറഞ്ഞാൽ പണം അടിക്കുന്നത് അച്ചു വെച്ചാണ്. അപ്പൊ അച്യുതമേനോൻ. ഇങ്ങനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പം TV തോമസ്. അപ്പൊ TV-യിലൂടെയാണ് പണ്ട് നമ്മൾ തൊഴിലുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗതാഗത സൗകര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ TV-യിലൂടെയാണ് അറിയുന്നത്. അപ്പം TV തൊഴിൽ ഗതാഗതം അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. KC ജോർജ് വനം ഭക്ഷ്യം. അപ്പൊ ഈ വനവും ഭക്ഷ്യവകുപ്പും ഒരുപോലെ കണക്ട് ചെയ്ത് പഠിക്കുക. വനത്തിൽ നിന്നാണ് ഭക്ഷ്യം കിട്ടുന്നത്, ഭക്ഷണം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ വനവും ഭക്ഷ്യവകുപ്പും KC ജോർജ് എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരാം. ഇനി KP ഗോപാലൻ. ഓക്കെ, KP ഗോപാലൻ വ്യവസായം. KP ഗോപാലൻ വ്യവസായം.
മജീദ് പൊതുമരാമത്ത്. എന്നാൽ ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം. ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം. നല്ലപോലെ നമുക്ക് ഒരു കോഡിന്റെ ആവശ്യമില്ല. ആക്ച്വലി 2-3 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് പഠിക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് ഇങ്ങനെ നമ്മൾ റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതൊന്നും മറന്നു പോകത്തൊന്നുമില്ല. ജോസഫ് മുണ്ടശ്ശേരി. അതായത് ഞാൻ ഈ പറയുന്ന ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചൊരു ചോദ്യം, ഒന്നാമത്തെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് എന്നാണ്. ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. സഹകരണ വകുപ്പ് മന്ത്രിയും അതേപോലെ വിദ്യാഭ്യാസവും ജോസഫ് മുണ്ടശ്ശേരിക്കാണ്. അപ്പൊ KP ഗോപാലൻ വ്യവസായം, മജീദ് പൊതുമരാമത്ത്, ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, എന്നാൽ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസവും സഹകരണവും. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്തത് KR ഗൗരിയമ്മ. ആദ്യത്തെ മന്ത്രിസഭയിൽ 36 പേരടങ്ങുന്ന ആദ്യത്തെ മന്ത്രിസഭയിലെ ഒരേ ഒരു പെൺ സാന്നിധ്യമായിരുന്നു ഗൗരിയമ്മ. ഗൗരിയമ്മ റവന്യൂ ഡിപ്പാർട്ട്മെന്റും എക്സൈസുമാണ് കൈകാര്യം ചെയ്യുന്നത്. റവന്യൂ എക്സൈസും കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന തരത്തിലുള്ള പെൺപുലി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഗൗരിയമ്മ. ഗൗരിയമ്മയുടെ വകുപ്പായിരുന്നു റവന്യൂവും എക്സൈസും. എന്നാൽ കൃഷ്ണയ്യർ നിയമവും വൈദ്യുതിയും. കൃഷ്ണയ്യറാണ് നിയമവും വൈദ്യുതിയും. നിയമ വകുപ്പ് മന്ത്രി, വൈദ്യുതി വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു കൃഷ്ണയ്യർ. എന്നാൽ AR മേനോൻ ആരോഗ്യം. AR മേനോൻ ആരോഗ്യം. ചാക്കോ പ്രതിപക്ഷ നേതാവ്. PT ചാക്കോ ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. അപ്പൊ ഗൗരിയമ്മ എന്തായിരുന്നു എന്ന് പറ? ഗൗരിയമ്മ റവന്യൂവും എക്സൈസും ആയിരുന്നു. കൃഷ്ണയ്യർ നിയമവും വൈദ്യുതിയുമായിരുന്നു. എന്നാൽ AR മേനോൻ ആരോഗ്യമായിരുന്നു. PT ചാക്കോ പ്രതിപക്ഷ നേതാവ് ആയിരുന്നു. എന്റെ പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ആദ്യത്തെ കേരള നിയമസഭയുമായും കേരള മന്ത്രിസഭയുമായും ബന്ധപ്പെട്ട കുറെ പോയിന്റുകളാണ് നോക്കിയത്. ഇതിന്റെ ബാക്കി ക്ലാസ് വരാനുണ്ട്. അപ്പോ അവിടെ നമുക്ക് കുറെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. നിയമസഭയിലെ അംഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഇതൊരു ചെറിയ ക്ലാസ് ആണ്. നമ്മൾ ഈ ക്ലാസ് വളരെ ഗംഭീരമായി നിങ്ങൾ പഠിച്ചെടുക്കണം. ആദ്യത്തെ ക്ലാസ്, അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഹൈക്കോടതിയുടെ ക്ലാസ്, നമ്മൾ ടെലഗ്രാം ചാനലിൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അതിന്റെ ലിങ്ക് കൂടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ക്ലാസ് നമ്മൾ PDF നോട്ട് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു സിസ്റ്റം നല്ല സിസ്റ്റമാണ്. നാളെ നമ്മൾ മറ്റൊരു ക്ലാസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. നാളെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട്, അടുത്ത ദിവസം സയൻസുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ശനിയാഴ്ച ദിവസം നമ്മളൊരു പരീക്ഷ നടത്തും. ഇത്രയും ടോപ്പിക്കിൽ നിന്നുള്ള ഒരു നല്ല ഒരു പരീക്ഷ കമ്പനി ബോർഡ് LGS മാത്രമല്ല, നിങ്ങൾ ഏത് PSC പരീക്ഷകളുടെ ഒരു ചാകരയാണ് ഇപ്പോൾ. ആ ഒരു പരീക്ഷയിൽ ഏത് പരീക്ഷ എഴുതിയാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടോപ്പിക്കുകളാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പഠിച്ചാൽ ഇന്ന പരീക്ഷയ്ക്ക് ഉണ്ടാകുമോ എന്നൊരു ഭയം വേണ്ട. ഗംഭീരമായി പഠിച്ചെടുക്കുക. ക്ലാസ്സുകളുടെ മൂല്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ ഇതിന്ന് ഓരോ പോയിന്റുകളും നമ്മൾ മാർക്കാക്കി മാറ്റിയെടുക്കുക. ഒന്ന് ഓടിച്ച് നമുക്ക് പറഞ്ഞു വരാം. കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി മാസം 28 മുതൽ മാർച്ച് 11 വരെയാണ്. അപ്പോ 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ് കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. ഇനി ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളുടെ എണ്ണം 114. അപ്പോ ഒന്നാമത്തെ കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളുടെ എണ്ണം 114. അതില് ഏകാംഗ മണ്ഡലങ്ങൾ എത്രയായിരുന്നു? 102. 12 എണ്ണം ദ്വയാംഗ മണ്ഡലങ്ങളും ആയിരുന്നു. ആകെ സീറ്റുകളുടെ എണ്ണം 36 ആണ്. നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ 127 അംഗങ്ങളാണ് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് റദ്ദാക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി എത്രയായിരുന്നു? 104ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് പ്രകാരമാണ് അത് റദ്ദാക്കപ്പെട്ടത്. കേരളത്തിൽ ഒന്നാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം 36 ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് അല്ലാത്ത ഒരു മന്ത്രിസഭ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ഒരു ഒന്നാമത്തെ നിയമസഭ നിലവിൽ വന്ന വർഷം 1957 ഏപ്രിൽ 1-ാം തീയതിയാണ്. എന്നാൽ അങ്ങനെ ഒരു മന്ത്രിസഭ, കേരളത്തിൽ ഒന്നാമത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നത് ഏപ്രിൽ 5-നാണ് 1957. എന്നാൽ ഒന്നാമത്തെ നിയമസഭയുടെ സമ്മേളനം നടന്ന വർഷം ഏപ്രിൽ 27-നാണ്. കേരള മന്ത്രിസഭയിലെ
ഒന്നാമത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 36. അതിൽ ഒരേ ഒരു പെൺപുലി, പേര് ഗൗരിയമ്മ. ഗൗരിയമ്മ കൈകാര്യം ചെയ്തിരുന്നത് എക്സൈസ് ആണ്, റവന്യൂ ആണ്. ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 36. ഇനി കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ EMS ആണ് മുഖ്യമന്ത്രി, അച്യുതമേനോനാണ് അന്നത്തെ ധനകാര്യം, TV തോമസ് ആണ് തൊഴിലും ഗതാഗതവും, KC ജോർജ് ആണ് വനവും ഭക്ഷ്യവകുപ്പും. എന്നാൽ KP ഗോപാലൻ വ്യവസായം, മജീദ് പൊതുമരാമത്ത്, ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, ജോസഫ് മുണ്ടശ്ശേരി സഹകരണവും വിദ്യാഭ്യാസവും, KR ഗൗരിയമ്മ റവന്യൂവും എക്സൈസും, VR കൃഷ്ണയ്യർ നിയമവും വൈദ്യുതിയും, AR മേനോൻ ആരോഗ്യം, PT ചാക്കോ പ്രതിപക്ഷ നേതാവ്. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോ പരീക്ഷയ്ക്ക് വേണ്ടി ഗംഭീരമായി പഠിക്കണം. അപ്പോൾ 2 ടോപ്പിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്ത മൂന്നാമത് മറ്റൊരു സബ്ജക്റ്റിലെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.